കേരള സർവകലാശാല താൽക്കാലിക വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസ് വിളിച്ച സിൻഡിക്കേറ്റ് യോഗം ഇന്ന് 11:30-ക്ക് സർവകലാശാലയിൽ ചേരും. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് സിസ തോമസ് അടിയന്തര സിൻഡിക്കേറ്റ് വിളിച്ചത്. വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യ, ഇടത് സെനറ്റ് അംഗങ്ങളുടെ നിലപാട് വ്യക്തമാണ്. ആ നിലപാടിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ നാളെ ഈ കേസ് വീണ്ടും പരിഗണിക്കുകയാണ്. അത്തരത്തിൽ നോക്കുമ്പോൾ ഇന്നത്തെ ഈ യോഗത്തിന് പ്രാധാന്യം കൂടുതലാണ്. തീർച്ചയായിട്ടും ഒരു പ്രധാനപ്പെട്ട സിൻഡിക്കേറ്റ് യോഗം തന്നെയാണ് ഇന്ന് സർവകലാശാലയിൽ നടക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അടിയന്തരമായിട്ട് സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കണമെന്നുള്ളൊരു ആവശ്യം താൽക്കാലിക കേരള സർവകലാശാല VC ആയിട്ടുള്ള ഡോക്ടർ സിസ തോമസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 16 പേരടങ്ങുന്ന സിൻഡിക്കേറ്റ് അംഗങ്ങൾ കത്ത് രൂപത്തിലാണ് ഇത്തരത്തിലൊരു ആവശ്യം സിസ തോമസിന്റെ മുന്നിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം രജിസ്ട്രാറുടെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള നടപടി തന്നെയാണ്. ഇപ്പോഴും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുന്നത് സസ്പെൻഷൻ നടപടി നിയമവിരുദ്ധമാണ് എന്നുള്ളത് തന്നെയാണ്. കാരണം രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം VCക്കില്ല. അതിന്റെ പ്രധാന അതോറിറ്റി അത് സിൻഡിക്കേറ്റ് ആണ്. സിൻഡിക്കേറ്റിനോട് യാതൊരുവിധ കാര്യവും തേടാതെ, സിൻഡിക്കേറ്റിന്റെ നിർദ്ദേശവും തേടാതെയാണ് കേരള സർവകലാശാല VC ആയിട്ടുള്ള മോഹൻ കുന്നുമ്മൽ രജിസ്ട്രാർ KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തത് എന്നുള്ള നിലപാടിൽ തന്നെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉറച്ചു നിൽക്കുന്നു. വലിയ പ്രതിഷേധം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. കഴിഞ്ഞ ദിവസവും താൽക്കാലിക VC ആയിട്ടുള്ള സിസ തോമസിനെ സർവകലാശാലയിൽ തടയുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. അതുകൂടാതെ പല ആരോപണങ്ങളും താൽക്കാലിക VCക്കെതിരെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉയർത്തുകയും ഒക്കെ ചെയ്യുകയാണ്. ഇത്തരത്തിൽ സസ്പെൻഷൻ കൊടുക്കുന്നതിന് മുൻപ് തന്നെ, അല്ലെങ്കിൽ അത്തരത്തിലൊരു ആവശ്യം VCക്ക് ഇടത് സിൻഡിക്കേറ്റിന് മുന്നിൽ വെക്കാം. തീരുമാനമെടുക്കുന്നത് സിൻഡിക്കേറ്റ് ആണ് എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് സിൻഡിക്കേറ്റിനോട് ഒരു നിർദ്ദേശവും തേടാതെ സ്വന്തം നിലയിൽ VC തീരുമാനമെടുക്കുകയായിരുന്നു, രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ്. എന്തടിസ്ഥാനത്തിലാണ് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത് എന്നുള്ള ചോദ്യം കൂടി സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉയർത്തുന്ന സാഹചര്യമുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു അടിയന്തര സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്നുള്ളൊരു ആവശ്യം അംഗങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ഇടത് സിൻഡിക്കേറ്റിന്റെ നിർബന്ധത്തിൽ വഴങ്ങി തന്നെയാണ് താൽക്കാലിക VC ആയിട്ടുള്ള സിസ തോമസിന് ഇന്നിപ്പോൾ യോഗം വിളിച്ചു ചേർക്കേണ്ടതായിട്ട് വന്നത്. സർവകലാശാലയിൽ 11:30 മണിക്കാണ് അടിയന്തര സിൻഡിക്കേറ്റ് യോഗം നടക്കുക. ഈ സിൻഡിക്കേറ്റ് യോഗത്തിൽ തങ്ങളുടെ നിർദ്ദേശങ്ങളും ആവശ്യങ്ങളും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ മുന്നോട്ട് വെക്കും. അത് നിർണായകമാണ്. ആ ആവശ്യങ്ങളിൽ എത്തരത്തിലുള്ള സമീപനമാണ് സിസ തോമസ് സ്വീകരിക്കുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അടുത്ത ദിവസം നാളെ രജിസ്ട്രാറുടെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള കേസ് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കാനിരിക്കുകയാണ്. ഈ പരിഗണിക്കാനിരിക്കുമ്പോൾ സിൻഡിക്കേറ്റിന്റെ അടക്കം വിശദീകരണം കോടതി തേടിയിട്ടുണ്ട്. സർവകലാശാല വിശദീകരണം നൽകേണ്ടതായിട്ട് വരും. അത്തരത്തിൽ സർവകലാശാല വിശദീകരണം നൽകുന്നതിന് മുൻപ് സിൻഡിക്കേറ്റിന് എന്താണ് പറയാനുള്ളത് അതുകൂടി കേൾക്കണം. അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിശദീകരണമായിരിക്കണം സർവകലാശാലയുടെ ഭാഗത്ത് നിന്ന് നാളെ കോടതിയെ അറിയിക്കേണ്ടത് എന്നുള്ള ആവശ്യമാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഒരുപോലെ ഉയർത്തുന്നത്. അല്ലെങ്കിൽ അത് ഏകപക്ഷീയമായിട്ട് VC തന്നെ എടുക്കുന്ന തീരുമാനമാകും. സിൻഡിക്കേറ്റിലെ മറ്റ് BJP അംഗങ്ങൾ ചേർന്നെടുക്കുന്ന തീരുമാനമാകും കോടതിയെ അറിയിക്കുക എന്നുള്ള ആശങ്ക കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് തങ്ങൾക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം, ആവശ്യങ്ങൾ പരിഗണിക്കണമെന്നുള്ള ആവശ്യം സിൻഡിക്കേറ്റ് അംഗങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും 11:30 മണിക്കാണ് യോഗം ചേരുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സിൻഡിക്കേറ്റിലെ മറ്റ് അംഗങ്ങൾ, അതായത് BJP അംഗങ്ങൾ കടുത്ത വിമർശനം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെ ഉയർത്തുന്നുണ്ട്. കൃത്യമായിട്ട് നിയമാവലികൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് രജിസ്ട്രാറെ VC സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അത്തരത്തിൽ VCക്ക് അതിനുള്ള അധികാരമുണ്ട്. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ സർവകലാശാലയെ ഒരു പ്രതിഷേധ ഭൂമിയാക്കി മാറ്റുന്ന തരത്തിലുള്ള ഇടപെടലുകളും പ്രവർത്തികളും ഒക്കെയാണ് നടത്തുന്നത് എന്നുള്ളതാണ്. മറ്റൊരു ആരോപണം കഴിഞ്ഞ ദിവസം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ VC ആയിട്ടുള്ള സിസ തോമസിനെതിരെ ഉയർത്തിയത് അനധികൃതമായിട്ട് സിസ തോമസ് ഫയലുകൾ പലതും പരിശോധിക്കുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ ആരോപണങ്ങൾ, അത് പ്രത്യാരോപണങ്ങളും ഒക്കെ തന്നെ ഉയരുന്ന സാഹചര്യമുണ്ട്. മോഹൻ കുന്നുമ്മലിന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ സസ്പെൻഷൻ നടപടി ഉണ്ടായതെങ്കിൽ കൂടിയും ഇപ്പോൾ താൽക്കാലിക VC ആയിട്ടുള്ള സിസ തോമസ് ആണ് അടിയന്തരമായിട്ട് സിൻഡിക്കേറ്റ് യോഗം വിളിച്ച് ചേർത്തിരിക്കുന്നത്. ഇന്നിപ്പോൾ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കുന്നത്. എന്തായാലും 11:30 മണിക്ക് യോഗത്തിന് ശേഷം തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു മറുപടി അല്ല VCയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെങ്കിൽ വീണ്ടും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഭാഗത്തുനിന്ന് കടുത്ത പ്രതിഷേധം സർവകലാശാലയിൽ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും 11:30 മണിക്കാണ് നിർണായകമായിട്ടുള്ള സിൻഡിക്കേറ്റ് യോഗം സർവകലാശാലയിൽ ചേരുന്നത്.
ഒരു കഴിഞ്ഞ ദിവസം ഈ ഹൈക്കോടതിയിൽ ഈ കേസ് പരിഗണിച്ചപ്പോൾ ഇത്തരം ഒരു നടപടി സ്വീകരിച്ചതിൽ അല്ലെങ്കിൽ രജിസ്ട്രാറുടെ ഭാഗത്ത് നിന്ന് ഒരു നടപടി സ്വീകരിച്ചതിൽ അതിൽ കൃത്യമായൊരു കരുതൽ വേണമായിരുന്നു, അല്ലെങ്കിൽ രജിസ്ട്രാർ അതിനെ സംബന്ധിച്ച് കൃത്യമായി ഒന്ന് നോക്കിയിട്ട് ചെയ്യണമായിരുന്നു എന്നുള്ള പരാമർശമൊക്കെ ഹൈക്കോടതി ഉയർത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ കോടതി മറ്റൊരു കാര്യം നിരീക്ഷിച്ചത് അടിയന്തര സാഹചര്യങ്ങളിൽ VCക്ക് ഇത്തരം ഒരു തീരുമാനമെടുക്കാം, പിന്നീട് സിൻഡിക്കേറ്റ് കൃത്യമായി അറിയിച്ചാൽ മതി എന്നുള്ളതും കൂടിയാണ്. അപ്പോൾ ഇന്ന് ഈ ചേരുന്ന ഒരു സിൻഡിക്കേറ്റ് യോഗത്തിൽ ഇടത് സെനറ്റ് അംഗങ്ങൾക്ക് അനുകൂലമായൊരു തീരുമാനം തന്നെയായിരിക്കും ഇടത് സെനറ്റ് അംഗങ്ങൾ പ്രതീക്ഷിക്കുക. പക്ഷേ ഇപ്പുറത്ത് BJP സെനറ്റ് അംഗങ്ങളുടെ പ്രതിഷേധവും അന്തരീക്ഷത്തിലുണ്ട്. കാളിദാസ്, ഇന്നത്തെ ഈ യോഗവുമായി ബന്ധപ്പെട്ട് ചില സുപ്രധാന തീരുമാനങ്ങൾ യോഗത്തിൽ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഹൈക്കോടതി നിരീക്ഷിച്ചത് ഭാരതാംബ ചിത്രം എങ്ങനെ ഭരണഘടനാ ലംഘനമാകുമെന്നുള്ള ചോദ്യമാണ് ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള അധികാരം അത് VCക്ക് ഉണ്ട് എന്നുള്ള കാര്യവും കോടതി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ. അത്തരത്തിൽ ഒരു അധികാരവും VCക്ക് ഇല്ല എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത്. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ നടപടി സ്വീകരിക്കേണ്ടത് അത് സിൻഡിക്കേറ്റ് ആണ്. സിൻഡിക്കേറ്റിന് മുന്നിൽ ഇത്തരത്തിലൊരു ആവശ്യം അല്ലെങ്കിൽ നിർദ്ദേശം VCക്ക് വെക്കാം. അന്തിമ തീരുമാനമെടുക്കുന്നത് സിൻഡിക്കേറ്റ് ആണ്. പക്ഷേ ഇവിടെ സിൻഡിക്കേറ്റുമായിട്ട് ഒരു തരത്തിലുള്ള ചർച്ചയും നടത്തിയിട്ടില്ല. എന്താണ് സിൻഡിക്കേറ്റിന് പറയാനുള്ളത് എന്ന് കേട്ടിട്ടില്ല. പെട്ടെന്ന് VCയുടെ ഭാഗത്ത് നിന്ന് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു നടപടി ഉണ്ടാവുകയായിരുന്നു. അതെന്തിനാണ് സസ്പെൻഡ് ചെയ്തത് എന്നത് സംബന്ധിച്ചും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടില്ല എന്നുള്ള വിമർശനമാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉയർത്തുന്നത്. എന്തു തന്നെയായാലും സിൻഡിക്കേറ്റിനാണ് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ അടക്കമുള്ള ഒരു അധികാരമുള്ളത് എന്നത് തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അടക്കം പ്രതികരിച്ച് രംഗത്ത് എത്തിയിട്ടുണ്ടായിരുന്നത്. സർക്കാർ പൂർണ്ണ പിന്തുണ രജിസ്ട്രാർക്ക് നൽകുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ യോഗത്തിൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് പറയാനുള്ളതും അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളും ഒക്കെ സിസ തോമസ് പരിഗണിക്കുമോ, സിസ തോമസിന്റെ മറുപടി എന്തായിരിക്കുമെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ ആകാംക്ഷയുണ്ട്. രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടി പിൻവലിക്കുന്ന അടക്കമുള്ള സുപ്രധാനമായ തീരുമാനങ്ങൾ യോഗത്തിൽ എടുക്കുമോ ഇല്ലയോ എന്നുള്ളത് സംബന്ധിച്ചാണ് കൃത്യമായിട്ടുള്ള കാര്യം അറിയേണ്ടത്. എന്തായാലും അത് 11:30 മണിക്ക് യോഗത്തിന് ശേഷം ഒരുപക്ഷെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ട്. KS അനിൽകുമാറിന് തിരികെ രജിസ്ട്രാർ സ്ഥാനത്തേക്ക് വരാൻ കഴിയുമോ, അതല്ല നാളത്തെ കോടതിയിൽ ഈ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ആവശ്യം ഉൾപ്പെടെ തള്ളിക്കൊണ്ടുള്ള മറുപടി ആയിരിക്കുമോ കേരള സർവകലാശാലയുടെ ഭാഗത്ത് നിന്ന് നൽകുക എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു യോഗം തന്നെയാണ് ഇന്നിപ്പോൾ നടക്കുന്നത്. ഗവർണർ സർക്കാർ പോരിലേക്ക് വരെ എത്തിച്ച വിഷയമായിരുന്നു സെനറ്റ് ഹാളിലെ ഭാരതാംബ വിഷയമെന്ന് പറയുന്നത്. എന്തായാലും അത് സംബന്ധിച്ചുള്ള സുപ്രധാനമായിട്ടുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഇന്നിപ്പോൾ സിൻഡിക്കേറ്റ് യോഗം കൈക്കൊള്ളും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാളിദാസ്. ശരി സൂര്യ, താൽക്കാലിക വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസ് വിളിച്ച സിൻഡിക്കേറ്റ് യോഗം 11:30 സർവകലാശാലയിൽ ചേരുക. രജിസ്ട്രാറുടെ സസ്പെൻഷൻ തന്നെയാകും യോഗത്തിലെ പ്രധാന ചർച്ചാ വിഷയം, അജണ്ട എന്നുള്ളതും കൂടിയാണ് സൂര്യഗായത്രി വ്യക്തമാക്കുന്നത്.